ഹലോ എവ്രി വൺ, ഐ എം ഷാനി ധർമ്മേഷ് ഫ്രം ലേൺവൈസ്. ലേൺവൈസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോ സീരീസിലെ ഇഗ്നോന്റെ എക്സാം രജിസ്ട്രേഷൻ പാർട്ടിൽ ലേൺവൈസിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ബേസിക്കലി രണ്ട് തരത്തിലുള്ള എക്സാംസ് ആണ് ഇഗ്നോ കണ്ടക്ട് ചെയ്യാറുള്ളത്. അതിൽ സെമസ്റ്റർ വൈസ് ടേം ആൻഡ് എക്സാമിനേഷൻസ് വരാറുണ്ട്, ഇയർ വൈസ് ടേം ആൻഡ് എക്സാമിനേഷൻസ് വരാറുണ്ട്. സെമസ്റ്റർ വൈസിലേക്ക് വരുമ്പോൾ 6 മാസം കൂടുമ്പോൾ നമുക്ക് എക്സാം എഴുതാൻ നമ്മൾ എലിജിബിൾ ആവും. ഇയർ വൈസിലേക്ക് വരുമ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആവേണ്ടതുണ്ട്. അപ്പൊ വർഷത്തിൽ 2 തവണയാണ് ടേം ആൻഡ് എക്സാമിനേഷൻസ് ഇഗ്നോ കണ്ടക്ട് ചെയ്യാറുള്ളത്. അതിൽ ജൂൺ ടിഇഇ സെഷൻ വരുന്നുണ്ട്, അതുപോലെ ഡിസംബർ ടിഇഇ സെഷനും വരുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഇപ്പൊ ഒരു സെമസ്റ്റർ വൈസ് കോഴ്സ് കംപ്ലീറ്റ് ആക്കി 6 മാസം കംപ്ലീറ്റ് ചെയ്താൽ തൊട്ടടുത്തുള്ള ജൂണിലോ അല്ലെങ്കിൽ ഡിസംബറിലോ ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇയർ വൈസിലേക്ക് വരുമ്പോഴും അത് തന്നെ തൊട്ടടുത്തുള്ള ജൂണിലോ അല്ലെങ്കിൽ ഡിസംബറിലോ നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ സാധിക്കുന്നതാണ്. സോ ബേസിക്കലി ഇഗ്നോന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ വളരെ ഫ്ലെക്സിബിൾ ആണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സെമസ്റ്റർ വൈസ് കോഴ്സ് എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആദ്യം എന്താണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം ടേം ആൻഡ് എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ 5 സബ്ജക്റ്റുകളാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സബ്ജക്റ്റുകൾ മാത്രം ഈ വരാനിരിക്കുന്ന ടേം ആൻഡ് എക്സാമിൽ എഴുതാം. അതായത് 5ൽ 3 എണ്ണമാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 3 എണ്ണത്തിന് മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ബാക്കി 2 എണ്ണത്തിന് അതിനുശേഷമുള്ള ഏതെങ്കിലും ടേം ആൻഡ് എക്സാമിനേഷനിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്ട് ഏതാണോ അതിൽ ഓരോന്നിലും രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോന്റെ എക്സാം രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയാണ്, അതുപോലെ ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫ്രീ സപ്പോർട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം, അതിന് ലേൺവൈസിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് കരുതുക. അപ്പൊ നമ്മുടെ ലേൺവൈസ് ടീമുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സാം സപ്പോർട്ട് ടീം നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം അയച്ചു തരുന്നതാണ്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഫിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്കിനി നോക്കാം. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഗൂഗിൾ ഫോം. അപ്പൊ ആ ഗൂഗിൾ ഫോം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കുക, ഡിസംബർ 2021 ടേം ആൻഡ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഗൂഗിൾ ഫോം ആണ് ഇത് കാണുന്നത്. അത് നിങ്ങൾ ഏത് ടേം ആൻഡ് എക്സാം ആണോ അതിനനുസരിച്ചുള്ള ഗൂഗിൾ ഫോം ആയിരിക്കും നമ്മൾ അയച്ചു തരിക. അപ്പൊ ഇത് മുഴുവനായിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കാം. ലേൺവൈസിന്റെ ഇതുവരെയുള്ള മുഴുവൻ ഇൻസ്റ്റാൾമെന്റ്സ് ആൻഡ് ഇഗ്നോ എക്സാം ഫീസും പേ ചെയ്തവർക്ക് മാത്രമായിരിക്കും എക്സാം രജിസ്ട്രേഷൻ സപ്പോർട്ട് ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഉടൻ തന്നെ ലേൺവൈസ് അഡ്മിഷൻ ടീമുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തുള്ള വാട്സ്ആപ്പ് 1 ഉണ്ട്, വാട്സ്ആപ്പ് 2 ഉണ്ട്, ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴേക്ക് വരുമ്പോൾ ഒരാൾ ഒരു ടേമിൽ ഒരു തവണ മാത്രം എക്സാം ഫീ അടയ്ക്കാൻ പാടുള്ളൂ. അതായത് ഒരു തവണ മാത്രമാണ് ഒരു ടേമിന്റെ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. ഫീ അടച്ച ശേഷം എക്സാം എഴുതിയില്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ വരുന്നത്, ആദ്യം ഫീ അടയ്ക്കുന്നവർക്ക് ആദ്യം സീറ്റ് അലോട്ട് ചെയ്യുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഇഷ്യൂ ഓഫ് ഹോൾ ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നോ റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഓഫ് എക്സാം സെന്റർ വിൽ ബി എന്റർടൈൻഡ് ഇൻ എനി കേസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, അത് യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹോൾ ടിക്കറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ഏകദേശം എക്സാമിന് ഒരു 7-10 ദിവസം മുൻപായിട്ടാണ് ഹോൾ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുക. എന്നാലും ഹോൾ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അത് ഡൗൺലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. താഴേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നെയിം ചോദിക്കുന്നുണ്ട്. നമ്മൾ എക്സാക്ട് എന്താണോ നമ്മുടെ ഡോക്യുമെന്റ്സിൽ ഉണ്ടായിരുന്ന നെയിം, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് പേര് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തത് അത് ഇവിടെ തന്നെ കൊടുക്കുക. പിന്നെ ജെൻഡർ, നിങ്ങളുടെ ജെൻഡർ കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇഗ്നോ എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അപ്പൊ ഇവിടൊക്കെ തന്നെ റെഡ് കളറിൽ സ്റ്റാർ മാർക്ക് കാണാം. ഇതൊക്കെ തന്നെ കമ്പൽസറി ആയിട്ട് നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ വരുന്ന എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൃത്യമായിട്ട് കൊടുക്കുക. വാട്സ്ആപ്പ് നമ്പർ, പിന്നെ ഇമെയിൽ അഡ്രസ്, പിന്നെ വരുന്ന ലേൺവൈസ് ഐഡി ആണ്. നിങ്ങൾക്ക് ഒരു ലേൺവൈസ് ഐഡി ഉണ്ടാവും ഓരോ സ്റ്റുഡന്റിനും, അല്ലെങ്കിൽ ആപ്പ് രജിസ്റ്റേർഡ് നമ്പർ ഉണ്ടാവും, അത് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ കറന്റ് അഡ്രസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കറന്റ് അഡ്രസ് ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. അപ്പൊ ഇൻ കേസ് നമുക്ക് അഡ്രസ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ ആണ് കൊടുത്തതെങ്കിൽ അടുത്ത പേജിൽ ചോദിക്കുന്നത് പ്ലീസ് എന്റർ യുവർ ന്യൂ അഡ്രസ് എന്നാണ്. അപ്പോൾ പുതിയ അഡ്രസ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് യുവർ പ്രോഗ്രാം ആണ്. നമ്മുടെ പ്രോഗ്രാം ഏതാണെന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഡിസംബർ ടേം എക്സാമിനേഷനിൽ ലേൺവൈസ് കോച്ചിങ് കൊടുക്കുന്ന കോഴ്സുകളിൽ BA സൈക്കോളജി വരുന്നുണ്ട്, bcom ജനറൽ വരുന്നുണ്ട്, MA സൈക്കോളജി ഉണ്ട്, mcom ഉണ്ട്, BA ഇംഗ്ലീഷ് വരുന്നുണ്ട്, MBA ഉണ്ട്, BBA ഉണ്ട്. ഇത്തരം കോഴ്സുകളുണ്ട്. അതിൽ നിങ്ങളുടെ കോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമ്മളിപ്പോൾ MBA എടുക്കുകയാണെങ്കിൽ അത് അവിടെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ കോഴ്സ് കൃത്യമായിട്ട് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ വരുന്നത് 24ാമത്തെ പേജിലാണ്. അതിനിടയിലൊക്കെ മറ്റു കോഴ്സുകളും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അതൊന്നും കാര്യമാക്കേണ്ട. നമ്മൾ കടക്കുന്നത് 24ാമത്തെ പേജിലാണ്. അതിൽ നമ്മുടെ റീജിയണൽ സെന്റർ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ 3 റീജിയണൽ സെന്റേഴ്സ് ആണുള്ളത്, കൊച്ചിൻ,
വടകര, ട്രിവാൻഡ്രം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു റീജിയണൽ സെന്ററിന്റെ കീഴിൽ വരുന്ന സ്റ്റഡി സെന്റർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ വടകര കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വടകര സെലക്ട് ചെയ്തിരിക്കുകയാണ്. വടകര റീജിയണൽ സെന്ററിന് കീഴിൽ ഏതൊക്കെ എക്സാം സ്റ്റഡി സെന്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ സബ്ജക്ട് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പേജിൽ നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അതിൽ ഓൾ സബ്ജക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ നമ്മൾ MBA ആണല്ലോ സെലക്ട് ചെയ്തത്. അപ്പൊ MBA ആയിട്ട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പേപ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന പേപ്പേഴ്സ് എല്ലാം എഴുതുന്നുണ്ടെങ്കിൽ ഓൾ സബ്ജക്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഏറ്റവും താഴെ അതർ ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ തൽക്കാലം ഓൾ സബ്ജക്ട്സ് കൊടുത്തു. താഴേക്ക് വരികയാണ്. എക്സാം സെന്റേഴ്സ് അണ്ടർ വടകര റീജിയണൽ സെന്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും എക്സാം സെന്റേഴ്സ് വടകര റീജിയണൽ സെന്ററിന് കീഴിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് താല്പര്യമുള്ള ഒരു എക്സാം സെന്റർ നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ JDT സെലക്ട് ചെയ്തിരിക്കുകയാണ്. താഴേക്ക് വരാം. താഴേക്ക് വരുമ്പം പിന്നെ സബ്മിറ്റ് ഓപ്ഷൻ ആണ് ചോദിക്കുന്നത്. അങ്ങനെ സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ ലേൺവൈസിന്റെ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ഇതിനുശേഷം നമ്മുടെ എക്സാം സപ്പോർട്ട് ടീം നിങ്ങളെ ബന്ധപ്പെട്ടിട്ട് നിങ്ങളിൽ നിന്ന് എക്സാം രജിസ്ട്രേഷൻ ഫീ കളക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഫീ കളക്ട് ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഒഫീഷ്യൽ IGNOU വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ കൃത്യമായിട്ട് നമ്മൾ പൂർത്തിയാക്കുന്നതാണ്. ഇനി പറയാനുള്ളത്, ഇവിടെ നമ്മൾ റീജിയണൽ സെന്റേഴ്സ് 3 എണ്ണമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ വടകര വരുന്നുണ്ട്, കൊച്ചിൻ വരുന്നുണ്ട്, ട്രിവാൻഡ്രം വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും റീജിയണൽ സെന്റർ സെലക്ട് ചെയ്താൽ അതിന് കീഴിൽ വരുന്ന എക്സാം സെന്റേഴ്സിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇൻ കേസ് നിങ്ങൾ വെളിയിൽ എവിടെയെങ്കിലാണ്, അതായത് കേരളത്തിന് പുറത്ത് ഇപ്പൊ ദൂരെ എവിടെയെങ്കിലാണ്, ചെന്നൈയിലോ മുംബൈയിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അവിടെ നിന്നും എക്സാം എഴുതാനാണ് താല്പര്യമെങ്കിൽ എന്ത് ചെയ്യുക, ഉടൻ തന്നെ നമ്മുടെ സ്റ്റുഡന്റ് സപ്പോർട്ട് ടീമുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ആ പെർട്ടിക്കുലർ റീജിയൻ ഏതാണോ അവിടെ നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് തരും. മാത്രമല്ല അവിടെ നിങ്ങളുടെ എക്സാംസ്, അതായത് നിങ്ങളുടെ പെർട്ടിക്കുലർ സബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള, ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു എക്സാം സെന്റർ സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ IGNOU എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ലോകോത്തരമായിട്ട് തന്നെ വളരെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്ന് ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ സ്റ്റുഡൻസ് ഒരു സെമ്മിലോ ഒരു ഇയറിലോ മാത്രമായിട്ട് പഠിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ നമ്മൾ MBAക്ക് വേണ്ടി എക്സാം എഴുതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം സെന്റേഴ്സ് കുറച്ച് ഉണ്ടാവാം. ബട്ട് ഈ എക്സാം സെന്റേഴ്സിലൊക്കെയുള്ള സീറ്റ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പം എത്രയും നമ്മൾ നേരത്തെ പറഞ്ഞു, എത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നു അതിനനുസരിച്ച് സീറ്റുകൾ ഫിൽ ആയി പോകുന്ന രീതിയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും അടുത്തുള്ള എക്സാം സെന്റർ ആണ് ലഭിക്കേണ്ടതെങ്കിൽ, നമ്മുടെ പെർട്ടിക്കുലർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തുള്ള എക്സാം സെന്റർ ആണ് ലഭിക്കേണ്ടതെങ്കിൽ നമ്മൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അയച്ചു തരുമ്പോൾ എത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരിക, ഫീ കൂടെ അയച്ചു തരിക. അത്രയും ഫാസ്റ്റ് ആയിട്ട് അതേ എക്സാം സെന്ററിൽ നിങ്ങൾക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് സെറ്റ് ആക്കി തരുന്നതാണ്. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്താണ് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ തൊട്ടടുത്തുള്ള എക്സാം സെന്ററിലുള്ള സീറ്റുകൾ പെട്ടെന്ന് ഫില്ലായി കഴിഞ്ഞാൽ മറ്റൊരു എക്സാം സെന്റർ നമുക്ക് യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യും. അപ്പൊ അവിടെയും ഫില്ലായി പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ദൂരേക്ക് എത്തിപ്പോണ്ട ഒരു ഗതി വരും. മാത്രമല്ല ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു 5 സബ്ജക്ട് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ 5 സബ്ജക്റ്റും ഒരേ എക്സാം സെന്ററിൽ നിന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഒരു 3 എണ്ണം ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ 3 എണ്ണം കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ 2 എണ്ണം തിരുവനന്തപുരത്ത് നിന്നോ പോയി എഴുതാൻ പറ്റില്ല. ഒരൊറ്റ എക്സാം സെന്റർ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 പേപ്പേഴ്സും ഒരേ സ്ഥലത്ത് അവൈലബിൾ ആണെന്ന് ആദ്യം നോക്കണം. അങ്ങനെ അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾ ഇതിലിപ്പോ 3 എണ്ണം ഒരു സ്ഥലത്ത് കിട്ടി, 2 എണ്ണം മറ്റു സ്ഥലത്താണ് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗം, അതിൽ 3 എണ്ണമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് 3 എണ്ണം മാത്രം എഴുതുക. ബാക്കി 2 പേപ്പേഴ്സ് മറ്റൊരു അറ്റോമിക് എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും എഴുതേണ്ടതായിട്ടും വരും. സോ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഫീസ് അയച്ചു തരിക. അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ ഫുൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്തു തരുന്നതാണ്. ഇനി പറയാനുള്ളത് ഹോൾ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു എക്സാമിന് ഏകദേശം ഒരു 7-10 ദിവസം മുൻപായിരിക്കും ഈ ഹോൾ ടിക്കറ്റ് IGNOUയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരിക. അപ്പൊ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പ്രോഗ്രാം നെയിമും ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ അത് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിനും ലേൺവൈസിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും ലേൺവൈസ് ടീം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അയച്ചു തരും. അപ്പൊ പറയാനുള്ളത്, എക്സാം ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അതിന്റെ ഒരു ഹാർഡ് കോപ്പി എടുത്തു വെക്കുക. കാരണം എക്സാം ഹോളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ID കാർഡും നമ്മുടെ ഹോൾ ടിക്കറ്റും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഹാർഡ് കോപ്പി എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. എക്സാം സെന്ററിൽ പോകുമ്പോൾ മറക്കാതെ കയ്യിൽ സൂക്ഷിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. IGNOUന്റെ എക്സാം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഫ്രീ സപ്പോർട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.